കഴിഞ്ഞ ദിവസം നമ്മളെ പാലക്കാട് അതും നടുറോട്ടില് ഒരു പെണ്ണ് നിസ്കരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാനും നിങ്ങളൊക്കെ കണ്ട്. സത്യത്തിൽ ഇതിന്റെ വേക്കിലുള്ള സത്യാവസ്ഥ കണ്ടാൽ നമ്മൾ നെട്ടിപ്പോവും. അല്ലെ? ഒരുപാട് പേര് ഇപ്പൊ മതങ്ങൾ തമ്മിൽ നമ്മളെ സൗഹാർദ്ദം പോണ കോലത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഓരോന്ന് തെറ്റായ രീതിയിൽ ഓരോന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് എന്താണെന്ന് അറിഞ്ഞാല് നമ്മൾ നെട്ടിപ്പോവും. ഈ ഒരു സ്ത്രീ പാലക്കാട് നഗര മധ്യത്തിൽ നടുറോട്ടിൽ നിന്ന് നിസ്കരിച്ച്, അതൊക്കെ ശരിയാണ്. വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പരക്കലുണ്ട്. സത്യത്തിൽ ഈ ഒരു സ്ത്രീ എന്താണ് സംഭവം, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത്? ഈ ഒരു സ്ത്രീ ഒരുപാട് പഞ്ചായത്തുകൾ, ഓഫീസുകൾ, വില്ലേജുകളൊക്കെ കയറി ഇറങ്ങി. സത്യത്തിൽ ഈ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു. ഈ ഒരു പെണ്ണിന്റെ ഭർത്താവിന് അവകാശപ്പെട്ട 8 സെന്റ് ഭൂമി ഭർത്താവിന്റെ ബന്ധുക്കാര് അത് തട്ടിയെടുത്ത്. അത് നിയമപരമായി ഒരുപാട് ഓഫീസുകൾ, ഒരുപാട് കാണേണ്ടവരൊക്കെ കണ്ട് കയറി ഇറങ്ങിയിട്ട് എവിടെയും ഒരു ഫലം കണ്ടില്ല. അതിൽ നിരാശപ്പെട്ട് അവസാനം ഒരു കൈ നോക്കുകയാണ്. നാലാളെ മുന്നിൽ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഈ പെണ്ണ് രംഗത്തിറങ്ങിയത്. അതുവഴി നാലാളെ അറിഞ്ഞ് എന്തെങ്കിലും മാറ്റം കിട്ടുമോ എന്ന ലക്ഷ്യത്തോടെയാണ് സത്യത്തിൽ ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തു പോയത്. ഒരു ഇതിൽ ചെയ്തു പോയതാണ്. 100% തെറ്റാണ്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നടു റോട്ടിൽ അല്ലേ നിസ്കരിക്കുക, അതിലൊക്കെ ശുദ്ധ തട്ടിത്തരാണ് അല്ലേ. ഒരു മാനസികമായ രീതിയിൽ ആളുകൾ അതിനെ കാണും. പക്ഷെ ഈ പെണ്ണിന്റെ അത്രക്കും വിഷമത്താല് നടുറോട്ടിൽ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നാലാളിടയിൽ ശ്രദ്ധ വരും. അതുവഴി ആൾക്കാർ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കാര്യം വിശദീകരിക്കാം എന്ന ചിന്തയിലൊക്കെ ഈ പെണ്ണ് ഇറങ്ങി തിരിച്ചതാണ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇപ്പോ കമന്റ് ബോക്സിൽ ആളുകൾ തമ്മിൽ മതസൗഹാർദ്ദങ്ങൾ നഷ്ടപ്പെടുന്ന കോലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എഴുതി വിടാണ്. ഓക്കെ, അപ്പോൾ തെറ്റായ ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ആ പെണ്ണ് നിസ്കരിച്ച് ചെയ്ത് കൂട്ടിയതൊക്കെ ശരിയാണ്. നാലാളെ ഇടയിൽ ശ്രദ്ധ കിട്ടി, അതുവഴി ലോകം അറിയട്ടെ എന്താണ് സംഭവമെന്ന്. ആ ഒരു സംഗതി മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തത്. ഒരുപാട് ഓഫീസുകൾ കണ്ടോലൊക്കെ കണ്ട് ഒരുപാട് കയറി ഇറങ്ങിയിട്ട് എവിടെ ഒന്നും ഫലം കണ്ടില്ല. അപ്പോ അതിനൊരു പ്രതിഷേധം എന്ന നിലയിൽ ആ പെണ്ണ് കണ്ട ഒരു വഴിയാണ്. ഏതായാലും ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ അവകാശപ്പെട്ട അല്ലെ, ഭർത്താവിന് അവകാശപ്പെട്ട 8 സെന്റ് ഭൂമി അത് ഭർത്താവിന്റെ ബന്ധുക്കാർ തട്ടിയെടുത്തു. അത് കിട്ടാൻ എല്ലാ വഴിയും നോക്കി, എല്ലാ വാതിലുകളും അടഞ്ഞ്. അതിന്റെ സാഹചര്യത്തിൽ ആ പെണ്ണ് അവസാനമായി നോക്കി കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ് കമന്റുകൾ നിർത്തുക. ഓക്കെ, മതങ്ങൾ നമ്മളെ സൗഹാർദ്ദങ്ങൾ നശിപ്പിക്കാതെ നിൽക്കുക. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.